വേഷ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം വീണ്ടും ഉയർന്നു. ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഉടനീളം 70 ലക്ഷ്യസ്ഥാനങ്ങൾ തങ്ങളുടെ വ്യോമസേന ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. പലസ്തീനിയൻ പോരാളികൾ, ആയുധ ഡിപ്പോകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, നിരീക്ഷണ പോസ്റ്റുകൾ, ഫൈറ്റർ ഗ്രൂപ്പുകളുടെ കെട്ടിടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് എക്സിലൂടെയാണ് സൈന്യം അറിയിച്ചത്. സെൻട്രൽ ഗാസ, വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ്, തെക്കൻ ഗാസയിലെ റഫ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സൈനികർ അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഗാലന്റ്, 3 ഹമാസ് നേതാക്കൾ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറന്റ് തേടുകയാണെന്ന് ICC ചീഫ് പ്രോസിക്യൂട്ടറും പറഞ്ഞു. കൂടാതെ ഗാസ ആക്രമണത്തിൽ ഇസ്രയേൽ ഭരണകൂടത്തിന് എതിരെ യുദ്ധക്കുറ്റം ചുമത്താനുള്ള ICC നിർദ്ദേശത്തിൽ രൂക്ഷ വിമർശനവുമായി US രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വിദേശകാര്യമന്ത്രി യോവ് ഗാലന്റിനെയും അറസ്റ്റ് ചെയ്യാൻ ഉള്ള ചീഫ് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശം അന്യായം ആണ് എന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ഇസ്രയേലും ഹമാസും തമ്മിലൊരു താരതമ്യം ഇല്ലെന്നും ഗാസയിൽ നടക്കുന്നത് വംശഹത്യ അല്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ബൈഡൻ. ICC നിർദ്ദേശം ഇസ്രയേലും തള്ളിയിട്ടുണ്ട്. അതേസമയം ദക്ഷിണാഫ്രിക്കയും ബെൽജിയവും വാറന്റിനെ സ്വാഗതം ചെയ്തു. കോടതി നിർദ്ദേശം അവജ്ഞയോടെ തള്ളുവെന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. കൂട്ടക്കൊലയാളികളായ ഹമാസിനെയും ജനാധിപത്യ ഇസ്രയേലിനെയും തുലനം ചെയ്ത നടപടിയെ തള്ളിക്കളയുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയും അഗ്നിക്ക് ഇരയാക്കുകയും കശാപ്പ് ചെയ്യുകയും ശിരച്ഛേദം ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകുകയുമെല്ലാം ചെയ്ത ഹമാസിനെയും ന്യായമായ യുദ്ധം ചെയ്യുന്ന ഇസ്രയേൽ സൈനികരെയും എന്ത് ധിക്കാരത്തോടെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നതെന്നും നെതന്യാഹു ചോദിച്ചു. അതേസമയം ഇരകളെയും വേട്ടക്കാരെയും ഒരുപോലെ കാണുന്ന കോടതി ആരുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് ഹമാസും പലസ്തീൻ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറത്തിറക്കാൻ ICC 7 മാസം വൈകി എന്നും ഹമാസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശത്തെ ഗാസ മീഡിയ കാര്യാലയവും PLOയും വിമർശിച്ചിട്ടുമുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു US സഖ്യകക്ഷി രാജ്യത്തിന്റെ തലവനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് US പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ നേതാക്കൾക്ക് എതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള ICC പ്രോസിക്യൂട്ടറുടെ അപേക്ഷ അന്യായമാണെന്ന് പറഞ്ഞ ബൈഡൻ ഒരു പടി കൂടി കടന്ന് ഗാസ ആക്രമണത്തിൽ USന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാക്കുന്നുവെന്ന് പറഞ്ഞ് ബൈഡൻ തുറന്നടിച്ചത് ഇങ്ങനെയായിരുന്നു. വൈകിട്ട് വൈറ്റ് ഹൌസിൽ നടന്ന അമേരിക്കൻ ജൂത പൈതൃക മാസാചരണ ചടങ്ങിലും നിലപാട് ബൈഡൻ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഹമാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ശത്രുക്കൾക്കുമെതിരെ സ്വയം പ്രതിരോധം ഒരുക്കാൻ ആവശ്യമായത് എല്ലാം ഇസ്രയേലിന്റെ പക്കലുണ്ടെന്ന് ഞാൻ എപ്പോഴും ഉറപ്പുവരുത്തുന്നുണ്ട്. ഹമാസിനെ തറ പറ്റിച്ചിരിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യയല്ല എന്നും ബൈഡൻ തുറന്നടിച്ചു. ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇസ്രയേൽ ഹമാസ് യുദ്ധം നീളുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.